ഹലോ ഗൈസ്, എന്നും വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പലഹാരങ്ങളില്ലാതെ ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചായൻ്റെ ഒപ്പം കടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉഴുന്നുവടയാണേ. ഉഴുന്നുവടയുടെ മെയിൻ ചേരുവ ഉഴുന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ ഉണ്ടാക്കാൻ പോകുന്ന ആ സെക്കൻഡിൽ ഉഴുന്നെടുത്താൽ പണി പാളും കേട്ടോ. കാരണം ഇത് 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നല്ലോണം കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. രാവിലെ 12 മണിക്കാണ് ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ. ഇതിവിടെ സൈഡിൽ നിന്നോട്ടെ, മൂടി വെക്കാം. ഇനി ഇത് ഞാൻ എപ്പോഴാണ് എടുക്കുന്നതെന്ന് അറിയണ്ടേ. ഏകദേശം വൈകുന്നേരം ഒരു 3:30-4 മണിക്കുള്ളിലായിട്ടാണ് ഞാനിത് അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഉഴുന്നൊക്കെ കുതിർന്ന് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ വെള്ളം മാറ്റി 2-3 വട്ടമൊക്കെ കഴുകാം കേട്ടോ. കുറെ ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പലഹാരമാണ് ഉഴുന്നുവട. അതിനുള്ള സമയവും സന്ദർഭവും ഇന്നാണ് കേട്ടോ ഒത്തു വന്നത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. കുറേ കുത്തി നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അരയാതെ പോവും. നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചാൽ മതി. അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാനും തീരെ അങ്ങ് അരയാതെ പോവുകയും ചെയ്യരുത്. അതിൻ്റെ ഇടയിലായിട്ട് കിട്ടണം. നല്ലോണം അരഞ്ഞ് സ്മൂത്തായി പോയാൽ നമുക്ക് കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റൂല. അതുപോലെ അരയാതെ ആയാൽ ആ ഉഴുന്നിൻ്റെ കടി ഇടയിൽ കിട്ടുകയും ചെയ്യും. ഞാൻ അങ്ങനെ എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുറച്ചധികം തന്നെ ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഉപ്പ് കൂടിയൊന്നും പോകണ്ട കേട്ടോ. ആ കറക്റ്റ് പാകത്തിന് തന്നെ ഇടണം. ഉപ്പ് കൂടിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് കഴിക്കാൻ. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. ഇത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. നോക്കി, ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഉഴുന്ന് അരച്ചെടുത്തത്. കുതിർത്ത ഉഴുന്നായതുകൊണ്ട് ഇത് തന്നെ അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ. മാവ് എടുക്കുമ്പോൾ കൈയൊന്ന് നനച്ചിട്ട് വേണം എടുക്കാൻ. നടുവിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. 2-3 ദിവസമായിട്ട് ശ്രീകുട്ടൻ വീട്ടിലുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വന്നതാണ്. 2 ദിവസമൊക്കെ ആള് ഭയങ്കര ബിസി ആയിരുന്നു. ഇന്ന് തിരിച്ചു പോവാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയത് കേട്ടോ. അവൻ പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരെണ്ണം അവന് എടുത്തു കൊടുത്തു. ഭയങ്കര ചൂടായതുകൊണ്ട് കത്തിയും കൊടുവാളൊക്കെ കൊണ്ടാണ് ഒരു ഉഴുന്നുവട കട്ട് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ഒരു കഷ്ണം വായിലിട്ടപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ ചൂട്. എന്തൊക്കെയായാലും അപ്രൂവൽ സർട്ടിഫിക്കറ്റ് കിട്ടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിതാ ബാക്കിയുള്ളതും കൂടെ ഇവിടെ ചുട്ടെടുക്കുകയാണേ. ഇതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം നിങ്ങളോട് പറയുവാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ഇനി തിരിച്ച് ഉഴുന്നുവടയിലോട്ട് വരാം. ആദ്യം ചുട്ടപ്പം വലിയ ഷേപ്പൊന്നും ആയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ചുട്ട് ഇതാ നല്ല ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു കിടിലൻ ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കൂലേ. ഞാനിവിടെ തേങ്ങ ചിരകുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക്, ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഓവറായിട്ട് അരഞ്ഞു പോണ്ട കേട്ടോ. അരയാത്തതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കൂടെ മൂപ്പിച്ച് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇത് ടേസ്റ്റ് ചെയ്യണം അല്ലേ. ഒരു പ്ലേറ്റിൽ കുറച്ച് ചമ്മന്തിയും 2 ഉഴുന്നുവടി എടുത്ത് വെച്ചിട്ട് ഞാനിത് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണേ. ആ ചമ്മന്തിയിൽ നല്ലോണം മുക്കി ഒറ്റക്കടി കഴിച്ചപ്പോൾ തന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഒരു മതിപ്പ്. കാര്യം വേറെ ഒന്നല്ല, ഒടുക്കത്തെ ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന പലരും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാറുണ്ട്. അതുപോലെ ഇതും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.